24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ അടുത്ത് വരുന്ന ഒരു നല്ല ശതമാനം ആളുകളും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, തിരുമേനി, പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും കാരണം ഒരു രക്ഷയുമില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, പൊറുതി മുട്ടിയ ഒരു അവസ്ഥയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. ഒരുപാട് പേര് വളരെ വിഷമിച്ച് എന്റെ അടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇത് അനുഭവം ഉണ്ടാകും. തിരുമേനി, പ്രാക്കും എരിച്ചിലും ഒക്കെ ഉണ്ട്, അങ്ങനെ പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, എന്തെങ്കിലും പരിഹാരം പറയണം. അങ്ങനെ ചോദിക്കുന്നവർക്കും അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. പ്രാക്ക് അല്ലെങ്കിൽ എരിച്ചിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും. എന്നാൽ അതിന്റെ സത്യസന്ധമായ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഏൽക്കും എന്നുള്ളതാണ്. പ്രാക്കും വിളിച്ചപേക്ഷയും എരിച്ചിലും നിരന്തരമായി കഴിഞ്ഞാൽ, ഉള്ളിൽ തട്ടി ചിലർ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചില നക്ഷത്ര ജാതകർ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഏൽക്കും എന്നുള്ളതാണ്. എന്റെ പഠനങ്ങളിൽ നിന്ന്, എന്റെ ഇത്രയും വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്, പ്രാക്ക് അല്ലെങ്കിൽ എരിച്ചിൽ അല്ലെങ്കിൽ വിളിച്ചപേക്ഷ എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടാകുന്ന അസൂയ അല്ലെങ്കിൽ കണ്ണുകടി കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന സമയത്ത്, നമ്മളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കടന്നു വരുന്ന സമയത്ത് മറ്റൊരാൾക്ക് അത് സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നന്നായി പോകുമോ, രക്ഷപ്പെട്ടു പോകുമോ, നമ്മൾ ഉയർന്ന് നമുക്ക് ധനം ഉണ്ടായി പോകുമോ എന്നൊക്കെയുള്ള മറ്റൊരാൾക്കുണ്ടാകുന്ന ഒരു അസൂയ, ഒരു കണ്ണുകടിയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പ്രാക്ക് എരിച്ചിൽ വിളിച്ചപേക്ഷയ്ക്കൊക്കെ കാരണം എന്ന് പറയുന്നത്. ഇത് തേടി നമ്മൾ എവിടെയും പോകേണ്ട, നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ മാത്രം മതി. നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മൾ ഒന്ന് ഉറക്കെ ചിരിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷം കടന്നു വന്നാൽ മതി, ഒരു നല്ല കാര്യം നടന്നാൽ മതി. ഈ പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും ഒക്കെ നമ്മളെ തേടി വരും എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നവർ, എന്ന് കരുതുന്നവർ, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അവരുടെ ഭാഗത്ത് നിന്ന് കൂടിയാകാം. ചിലപ്പോൾ അവർ പുറമേ ചിരിച്ചു കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത അസൂയയും അമർഷവും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഊർജം പ്രാക്കും എരിച്ചിലും ഒക്കെ ആയിട്ട് നമുക്ക് വന്നു ചേരും. അയൽപ്പക്കം ശരിയല്ല എന്നുണ്ടെങ്കിൽ അയൽപ്പക്കത്ത് ജീവിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരു കണ്ണുകടിയോട് കൂടിയാണ് നോക്കി കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ പ്രാക്കും എരിച്ചിലും വിളിച്ചപേക്ഷയും വരുവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത്, അഥവാ ഒരുപാട് പേര് ജോലി സ്ഥലത്ത് ഇത് അനുഭവിക്കുന്നുണ്ട്. ജോലി സ്ഥലത്ത് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ പിടിച്ചു താഴെ ഇട്ടിട്ട് വേണം മറ്റൊരാൾക്ക് ഉയർന്നു വരുവാനായിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഉയർച്ചയിൽ, നമ്മളുടെ നേട്ടത്തിൽ അസൂയ ഉള്ള, നമ്മളോളം കഴിവില്ലാത്തവർക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന അമർഷം, ഇതൊക്കെ ഈ പറയുന്ന പ്രാക്കിനും എരിച്ചിലിനും കാരണമാകുന്നതാണ്. അപ്പോൾ എന്താണ് ഈ പ്രാക്ക് എരിച്ചിലും തീരുവാനായിട്ടുള്ള പെർമനന്റ് ഒരു സൊല്യൂഷൻ? പൂർണ്ണമായിട്ടും ഈ പ്രാക്ക് നമ്മളിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സാധിക്കും. ഇതിനൊരു വഴിയുണ്ട്. അതിനെപ്പറ്റിയാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, സ്ത്രീകൾ ആർത്തവ സമയം, അശുദ്ധി സമയം ചെയ്യരുത്. അതുപോലെ കുലവാലായ്മ ഉള്ള സമയത്തും ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ ആർക്കും ചെയ്യാം. ഏതൊരു ദിവസം സന്ധ്യക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. സന്ധ്യക്ക് എന്ന് പറയുമ്പോൾ സന്ധ്യക്ക് വീട്ടിൽ നിലവിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 7 മണി 7:30 സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരു 7-8:30 വരെ ചെയ്തോളൂ, അതിനു മുകളിൽ ചെയ്യേണ്ട. മാക്സിമം ഒരു 8-8:30 വരെ ചെയ്യാം. ഒരു 7 മണി 7:30 മണി സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ ആയിരിക്കും ഏറ്റവും ഫലപ്രദം എന്ന് പറയുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് 8 ഒറ്റ രൂപ നാണയങ്ങളാണ്. 1 രൂപ നാണയം ഇല്ല എന്നുണ്ടെങ്കിൽ 5 രൂപ നാണയമോ 8 നാണയങ്ങൾ, അത് ഏത് രാജ്യത്തിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പോൾ നമ്മളുടെ നാണയം ഒന്നുണ്ടെങ്കിൽ, അഥവാ 8 വെള്ളി രൂപ ആയിക്കോട്ടെ, അത് എടുക്കുക എന്നുള്ളതാണ്. 8 നാണയം എടുത്ത് മാറ്റി വെക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് ഭസ്മമാണ്. ഭസ്മം എന്ന് പറയുമ്പോൾ ശിവക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭസ്മമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ള ഭസ്മമോ ഇരിപ്പുണ്ടെങ്കിൽ ആ ഭസ്മം എടുത്താൽ മതി. അപ്പോ കുറച്ചൊരൽപ്പം ഭസ്മവുമാണ്
രണ്ടാമതായിട്ട് വേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ നൂലാണ്. നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് ആ ഒരു വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ക്, എരിച്ചിലും വിളിച്ചപേക്ഷ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ തുടരെ വരുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങളാണ് ഇതിന് പരിഹാരം ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ ഒരു കർമ്മം ചെയ്യുവാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു ചെറിയ നൂലിളക്കി എടുക്കുക എന്നുള്ളതാണ്. വസ്ത്രത്തിന്റെ അറ്റത്തു നിന്നൊക്കെ ഒരു ചെറിയ നൂൽ കഷ്ണം, ഒരുപാട് വലുതാകണം എന്നൊന്നുമില്ല, ചെറിയൊരു നൂൽ കഷ്ണം ഈ കർമ്മം ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ആ വസ്ത്രത്തിൽ നിന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇതിന്റെ ആവശ്യമുള്ളത് എന്ന് പറയുന്നത് വറ്റൽ മുളക് ഉണ്ടല്ലോ, ഉണക്കമുളക്. വറ്റൽ മുളക് ഒരു 5 എണ്ണമാണ് വേണ്ടത്. വറ്റൽ മുളക് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ 5 കുരുമുളക് ആയാലും എടുക്കുക എന്നുള്ളതാണ്. വറ്റൽ മുളക് ഇല്ലാത്തവർ മാത്രം കുരുമുളക് എടുത്താൽ മതി കേട്ടോ. കുരുമുളക് അല്ലെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകാണ് ഏറ്റവും നല്ലത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു നുള്ളു കടുകാണ്. ഒരല്പം കടുക് എടുക്കാവുന്നതാണ്. ഈ വറ്റൽ മുളക് എടുക്കുന്ന അതിനൊപ്പം തന്നെ ഒരല്പം കടുക് എടുക്കാം. കൂടാതെ കല്ലുപ്പ് വേണം. കല്ലുപ്പ് എന്ന് പറയുമ്പോൾ ഈ സാധാരണ പൊടിയുപ്പല്ല, കല്ലുപ്പ് തന്നെ എടുക്കണം. കല്ലുപ്പ് ഒരു ചെറിയ പിടി എടുക്കാവുന്നതാണ്. ഇത്രയും കാര്യമാണ് ഈ കർമ്മം ചെയ്യുവാനായിട്ട് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കൂ, ഞാൻ എത്ര വേണമെങ്കിലും പറഞ്ഞു തരാം. പക്ഷേ ഒരിക്കലും തെറ്റിച്ച് ചെയ്യരുത്. അപ്പോൾ വേണ്ടത് 8 വെള്ളി രൂപ നാണയങ്ങൾ, അതെടുത്ത് മാറ്റി വെച്ചേക്കുക. അപ്പോൾ വേണ്ടത് 8 വെള്ളി രൂപ നാണയങ്ങളാണ്, അതെടുത്ത് മാറ്റി വെച്ചേക്കുക. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ 5 രൂപയുടെ നാണയങ്ങൾ 8 എണ്ണം എടുത്ത് മാറ്റി വെച്ചേക്കുക. ഒരല്പം ഭസ്മം, വസ്ത്രത്തിന്റെ നൂല്, കൂടാതെ ഇനി വറ്റൽ മുളക് ഇല്ലാത്തവർ 5 കുരുമുളക് എടുക്കുക. കടുക്, ഒരു നുള്ളു ഉപ്പ്, അതേപോലെ കടുക് ഒരു നുള്ള്, കല്ലുപ്പ് ഒരു പിടി എടുക്കുക. ഇത്രയും കാര്യങ്ങൾ എടുക്കുക. ഇതിൽ ചെറിയൊരു പൊതിയോ എടുക്കുക. ഒരു പേപ്പറിൽ പൊതിയോ ഇതൊക്കെ പൊതിയാനായിട്ട് അത്യാവശ്യം വൃത്തി നോക്കി ഒരു കഷ്ണം, അത് ഒരു ന്യൂസ് പേപ്പറോ അതല്ല എങ്കിൽ ഒരു വെള്ള പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പറും നിങ്ങൾ കയ്യിൽ എടുക്കാവുന്നതാണ്. ഇത് എടുത്തിട്ട് നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് തൊഴുതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 7 മണി സമയം, ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് ഈ പറയുന്ന വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് നിലവിളക്കിന്റെ അടുത്ത് വന്നിരിക്കുക എന്നുള്ളതാണ്. നിലവിളക്കിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ആദ്യം തന്നെ നമഃശിവായ മന്ത്രം ചൊല്ലുക. ഓം നമഃശിവായ ചൊല്ലി ശിവഭഗവാനെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ എന്നൊരു 108 തവണ ഓം നമഃശിവായ മന്ത്രം ഒന്ന് മനസ്സിൽ ജപിക്കുക. ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ കർമ്മം തുടങ്ങുവാനായിട്ട് എന്ന് പറയുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നുള്ളു ഭസ്മം നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുവല്ലോ, ആ ഭസ്മം ചെറുതായിട്ട് എടുക്കുക. കയ്യിലെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഓം കഠോരായ നമഃ എന്ന് 3 തവണ ചൊല്ലുക. ഓം കഠോരായ നമഃ എന്ന് തലയ്ക്ക് ഒഴിഞ്ഞുകൊണ്ട് 3 തവണ തലയ്ക്ക് ഒഴിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ചൊല്ലുക. ആ എടുത്ത ഭസ്മം പേപ്പറിലേക്ക്, അതായത് നമ്മൾ പൊതിയാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് വെക്കുക. രണ്ടാമതായിട്ട് വസ്ത്രത്തിന്റെ നൂലുണ്ടല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്, അത്രയും ഇതുപോലെ തന്നെ എടുത്തിട്ട് 3 പ്രാവശ്യം തലക്കൊഴിഞ്ഞ് ഓം കഠോരായ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഒരു പേപ്പറിലേക്ക് വെക്കുക. മൂന്നാമതായിട്ട് വറ്റൽ മുളകും എടുക്കുക. ഇതുപോലെ തന്നെ 3 പ്രാവശ്യം തലക്കൊഴിയുക, ആ പേപ്പറിലേക്ക് വെക്കുക. കടുകെടുത്ത് ഇതുപോലെ തന്നെ 3 പ്രാവശ്യം തലക്ക് ഒഴിഞ്ഞ് ആ പേപ്പറിലേക്ക് വെക്കുക. കല്ലുപ്പും അവസാനം ഇങ്ങനെ ചെയ്യുക. അപ്പം നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളെല്ലാം തലക്കൊഴിഞ്ഞ് ആ പേപ്പറിൽ വെച്ചിരിക്കുകയാണ്. ആ പേപ്പറിൽ വെച്ച വസ്തുക്കൾ എല്ലാം ചുരുട്ടി, അതായത് ഒരു പൊതി പോലെ പൊതിഞ്ഞ് ഇങ്ങ് കയ്യിലെടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം 8 വെള്ള രൂപ നാണയം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നില്ലേ, ആ 8 വെള്ള രൂപ നാണയം എടുത്ത് ഓരോ രൂപയും നിങ്ങളുടെ തലക്കൊഴിഞ്ഞുകൊണ്ട് ഓരോ രൂപയും 3 പ്രാവശ്യം വീണ്ടും തലക്കൊഴിയണം. ഇതേ സമയം ഈ നാമം ചൊല്ലി ഓം കഠോരായ നമഃ എന്ന നാമം ചൊല്ലി 8 വെള്ളി രൂപ നാണയവും 3 വീതം തലക്കൊഴിഞ്ഞ് അത് തനിയെ മാറ്റി വെക്കുക. ഇത്രയും വെച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് പൊതിയാക്കി തലക്കൊഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പൊതി കൊണ്ടുപോയി തീ കൂട്ടി ആ തീയിലിടുക. അതല്ല വീട്ടിൽ വിറകടുപ്പാണ് എന്നുണ്ടെങ്കിൽ അടുപ്പിൽ കത്തിക്കാവുന്നതാണ്. അത് കത്താനായിട്ടുള്ള ആവശ്യം വിറകോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളോ വെക്കുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും അഗ്നിക്ക് ഇരയാകുവാൻ കൊടുക്കുക. നല്ല പുകഞ്ഞ് കത്തുകയായിരിക്കും.
നല്ല വൃത്തിയായിട്ട് അത് കത്തിത്തീരുവാൻ ആവശ്യമായിട്ടുള്ള അഗ്നി നൽകുക. പൂർണ്ണമായിട്ടും കത്തണം, കത്താതെ ബാക്കി കിടക്കുവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് കത്തി ചാമ്പലാകുവാനുള്ള രീതിയിലുള്ള തീ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ശേഷം ആ 8 രൂപ നാണയം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ 8 വെള്ളി രൂപ വെച്ചിരിക്കുന്നത് ആ ചില്ലറ എടുത്തു കൊണ്ടുപോയി നിങ്ങളുടെ വീടിനടുത്ത് ശിവക്ഷേത്രം, വീടിനടുത്തുള്ള ശിവക്ഷേത്രം എവിടെയാണോ ഉള്ളത് ആ ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടുക. അത് അന്നത്തെ ദിവസം തന്നെ ചെയ്യണമെന്നില്ല, വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി. പക്ഷെ വെച്ച് വൈകിപ്പിക്കരുത്. പിറ്റേ ദിവസം ചെയ്യുവാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ഓരോ രൂപ നാണയം ഇട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാം മാറിക്കോളും. എത്ര വലിയ പ്രാക്ക്, എരിച്ചിൽ, വിളിച്ചപേക്ഷ എന്നുണ്ടെങ്കിൽ മാറിക്കോളും. ധൈര്യമായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാ ദോഷങ്ങളും നീക്കിത്തരും. എല്ലാ തരത്തിലും നിങ്ങൾക്ക് രക്ഷ നേടിത്തരും. ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് ഫലം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ചെയ്തു നോക്കൂ. ഇനി സംശയമുള്ളവർ ചോദിക്കൂ, ഞാൻ അതിനുള്ള മറുപടി തരാം. എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ എല്ലാ സമയവും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും അതേപോലെ നിങ്ങളുടെ ജനന നക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടിയും എന്റെ സന്ധ്യാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ഒരു അധ്യായം ഇവിടെ നിർത്തുന്നു. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.